അപ്പോളോ സൈക്കിൾ വേൾഡ്, മണ്ണാർക്കാട് റോഡ്, കരിങ്കലത്താണി. മൊബൈൽ 8589932282. പാലിയേറ്റീവ് രോഗികളോട് എങ്ങനെയെല്ലാം കരുണ കാണിക്കാമെന്നതിൻ്റെ ഉദാത്ത മാതൃകയാണ് താഴേക്കോട് അരക്കുപറമ്പ് സ്വദേശി നടകളത്തിൽ മുഹമ്മദ് ഷാഫി. 4 വർഷമായി തൻ്റെ ഉടമസ്ഥതയിലുള്ള ARL ബസിൻ്റെ ഒരു ദിവസത്തെ മുഴുവൻ കളക്ഷനും ഷാഫി നീക്കിവെക്കുന്നത് കരിങ്കലത്താണി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്കാണ്. നാട്ടിലെ നിരാലംബരും അശരണരുമായ പാലിയേറ്റീവ് രോഗികളുടെ ചികിത്സയ്ക്കായി താഴേക്കോട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കരിങ്കലത്താണിയിലേക്ക് തൻ്റെ ബസിൻ്റെ ഒരു ദിവസത്തെ മുഴുവൻ കളക്ഷനും നീക്കിവച്ചിരിക്കുകയാണ്. പെരിന്തൽമണ്ണ വെട്ടത്തൂർ റൂട്ടിലോടുന്ന ARL ബസ് ഉടമ നടകളത്തിൽ മുഹമ്മദ് ഷാഫി. കഴിഞ്ഞ 4 വർഷവും ഓരോ ദിവസത്തെ കളക്ഷൻ ഷാഫി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലേക്കായി മാറ്റിവെക്കാറുണ്ട്. സ്വകാര്യ ബസ് വ്യവസായ മേഖല പ്രതിസന്ധിയിലാണെങ്കിലും രോഗികളുടെ വേദന കാണാതെ പോകാൻ കഴിയില്ലെന്നാണ് ഷാഫി പറയുന്നത്. വർഷവുമുള്ള ഈ സഹായം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് വലിയൊരു കൈത്താങ്ങ് തന്നെയാണ്. ഇത്തവണ 22,000 രൂപയാണ് സമാഹരിക്കാൻ കഴിഞ്ഞത്. 24 മണിക്കൂറും 7 ദിവസവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ 2.5 ലക്ഷം രൂപ ഒരു മാസം ചിലവ് വരുന്നുണ്ട്. അതിലേക്ക് ഇത്തരത്തിലുള്ള ഷാഫിയുടെ ബസ് ഓടിയിട്ട് ഇന്ന് 22,000 ചില്ലാനം രൂപ ഇന്ന് സംഭരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ വലിയൊരു ആശ്വാസമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നഴ്സുമാരുടെയും വളണ്ടിയർമാരുടെയും സേവനത്തോടെ ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറും കിടപ്പ് രോഗികൾക്ക് ഹോം കെയർ സൗകര്യം നൽകി വരുന്നുണ്ട്. ഫിസിയോതെറാപ്പി, മാനസിക രോഗികൾക്കുള്ള ചികിത്സയും ആഴ്ചയിൽ ഒരു തവണ ഡോക്ടറുടെ സേവനവും താഴേക്കോട് കരിങ്കലത്താണി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലുണ്ട്. ബസ് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലെ മുഴുവൻ സ്റ്റാഫുകൾക്കും ഡ്രൈവർമാർക്കും ഇതുമായി സഹകരിച്ച മുഴുവൻ വളണ്ടിയേഴ്സിനും അതോടൊപ്പം യാത്രക്കാർക്കും എല്ലാ തരത്തിലുള്ള നന്ദിയും കടപ്പാടും താഴേക്കോട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അറിയിക്കുകയാണ്. മാനസിക രോഗികൾക്കുള്ള OP മാസത്തിൽ 2 തവണയും സൈക്കോളജിസ്റ്റിൻ്റെ സേവനം മാസത്തിൽ 4 തവണയും നൽകുന്നു. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിന് പുറമെ കരിങ്കലത്താണിയോട് ചേർന്നുള്ള തച്ചനാട്ടുകര, ആലിപ്പറമ്പ് എന്നീ ഗ്രാമപഞ്ചായത്തിലെ ഭാഗങ്ങളും പ്രവർത്തന പരിധിയിലുണ്ട്. 400ഓളം രോഗികൾക്ക് നിലവിൽ ചികിത്സ എത്തിക്കുന്നു. കൂടാതെ ഇവർക്കുള്ള മരുന്നും സൊസൈറ്റി സൗജന്യമായി നൽകി വരുന്നു.